ഇന്നു മുതലാണ് പാർലമെന്റ് ബജറ്റ് സമ്മേളനം. രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റ് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യുന്നത് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷമാണ് സാമ്പത്തിക സർവേ അവതരിപ്പിക്കുക. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരണം നാളെ നടക്കുന്നു. ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ആൾ എന്നുകൂടി ധനമന്ത്രിയുടെ പേരിലേക്ക് റെക്കോർഡ് വരുന്നു. ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയാണ്. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയാകും പ്രധാനമായും ആ ഘട്ടത്തിലുണ്ടാവുക. രണ്ടാം ഘട്ടം മാർച്ച് 10 തുടങ്ങി ഏപ്രിൽ 4 വരെയാണ്. ഈ ബജറ്റിൽ എല്ലാ തവണത്തെയും പോലെ നിർണായകമായ ബില്ലുകൾ സമ്മേളനത്തിലുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. സമ്മേളനം സുഗമമാക്കാൻ പ്രതിപക്ഷത്തിന് സഹകരണം വേണം എന്നുകൂടി മോദി അഭ്യർത്ഥിക്കുന്നതും ആവശ്യപ്പെടുന്ന കാഴ്ച നമ്മൾ അല്പസമയം മുൻപ് കണ്ടു. പുതിയ ബില്ലുകൾ വരുമ്പോൾ ഏതൊക്കെയാണ് പുതിയ ബില്ലുകൾ എന്നുള്ള കാര്യം അത് രാഷ്ട്രീയ ചർച്ചയാവുന്നുകൂടിയുണ്ട്. ഈ പറയുന്ന സംയുക്ത പാർലമെന്ററി സമിതി അംഗീകരിച്ച വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രയാഗ്രാജിലെ കുംഭമേളയിൽ അപകടത്തിൽ 30 പേരോളം മരിച്ച സംഭവത്തിൽ ആ സംഭവം സമ്മേളനത്തിൽ ഉയർത്താനുള്ള തീരുമാനം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ സംഭവബഹുലമാകും ഈ ബജറ്റ് സമ്മേളനം എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, രാഷ്ട്രപതി പാർലമെന്റ് ഇരുസഭകളെയും അഭിസംബോധന ചെയ്യാൻ അല്പസമയത്തിനകം തുടങ്ങില്ലേ? തീർച്ചയായും ഹാഷ്മി, അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തും. അത് എത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരമ്പരാഗതമായിട്ടുള്ള ചടങ്ങുകളോടുകൂടി തന്നെയാണ് രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ മറ്റ് സഭാ നടപടികളൊക്കെ തന്നെ ആരംഭിക്കും. രാവിലെ കൃത്യം 11 മണി എന്നാണ് അറിയിച്ചിട്ടുള്ളത്. 11 മണിയോടുകൂടി തന്നെ ഇരു സഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗമുണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷമായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ കണക്കുകൾ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇരു സഭകളുടെയും മേശപ്പുറത്ത് വയ്ക്കുക. അതിനുശേഷം നാളെ വിശദമായിട്ടുള്ള ബഡ്ജറ്റ് അവതരണം ഉണ്ടാകും. വലിയ പ്രതീക്ഷ തരുന്നത് തന്നെയായിരിക്കും ഇത്തവണത്തെ ബഡ്ജറ്റ് എന്നാണ് പ്രധാനമന്ത്രിയുടെ ആ പ്രതികരണത്തിൽ നിന്നടക്കം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാമ്പത്തിക നിലയിലൊക്കെ തന്നെ ഈ മധ്യവർഗത്തിനടക്കം പ്രതീക്ഷയുണ്ടാകും എന്ന് തന്നെയാണ്, പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും പ്രതികരണം. കാരണം അങ്ങനെയുള്ള ഈ മഹാലക്ഷ്മിയുടെ അനുഗ്രഹമടക്കം മധ്യവർഗത്തിന് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. പ്രധാനമായും പറയുന്നത് 2047 വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തേക്കുള്ളതായിരിക്കും ഈ ബജറ്റ് എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ചരിത്രപരമായിട്ടുള്ള ചില ബില്ലുകൾ ഈ സെക്ഷനിൽ അവതരിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. 16 ബില്ലുകൾ ഈ സെക്ഷനിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലടക്കം പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് അറിയുന്നത്. ബജറ്റ് ജനങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകുന്നത് തന്നെയാകുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. രാജ്യത്തിന് വേണ്ടിയുള്ള സുപ്രധാന തീരുമാനങ്ങളൊക്കെ തന്നെ ഈ സമ്മേളനത്തിൽ സ്വീകരിക്കുമെന്നും പറയുന്നുണ്ട്. ദരിദ്രതയും ഒപ്പം തന്നെ മധ്യവർഗ വിഭാഗക്കാർക്കുമൊക്കെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത്. ഒപ്പം തന്നെ യുവാക്കളുടെ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് പ്രതീക്ഷ നൽകുന്ന തരത്തിൽ ആ ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സ്ത്രീ ശാക്തീകരണത്തിനും സർക്കാർ പ്രാധാന്യം നൽകുമെന്ന് പറയുന്നുണ്ട്. ബജറ്റ് അവതരണത്തിന് മുൻപ് ചില വ്യാജ പ്രചരണങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു നടപടിക്രമങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിൽ ആശ്വാസമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സമ്മേളനം സുഗമമായി കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം വേണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആഗോളതലത്തിൽ ഇന്ത്യ മികച്ച രീതിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണത്തിന് സർക്കാർ എക്കാലവും ഊന്നൽ നൽകുന്നുണ്ട്. ഇത്തവണയും അത് അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി രാഷ്ട്രപതിയുടെ ഈ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച അത് ലോക്സഭയിൽ ഫെബ്രുവരി 3, 4 തീയതികളിലായിട്ടായിരിക്കും ഉണ്ടാവുക. രാജ്യസഭയിൽ 3 ദിവസമായിട്ടായിരിക്കും ആ ചർച്ചയുണ്ടാവുക. രാജ്യസഭയിൽ ഫെബ്രുവരി 6 നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി പ്രസംഗം ഉണ്ടാകും. ശേഷം ഫെബ്രുവരി 13 വരെയാണ് ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം. അതായത് ഇത്തവണ 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഉണ്ടാവുക. അതിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി 13 വരെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ബജറ്റിലെ ധനാഭ്യർത്ഥനകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മാർച്ച് 10 ഈ സമ്മേളനം വീണ്ടും പുനരാരംഭിച്ച് ഏപ്രിൽ 4 സഭ പിരിയുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ബജറ്റ് സമ്മേളനത്തിൽ 27 ദിവസത്തെ സിറ്റിംഗ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചില ആവശ്യങ്ങൾ പ്രതിപക്ഷവും ഇന്നലെ ഈ ബജറ്റുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷവും മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് അടിസ്ഥാന വർഗം രാജ്യത്തെ സാധാരണക്കാരൊക്കെ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിന്മേലൊക്കെ തന്നെ ചർച്ച വേണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ബജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്തിച്ചേരും. ഇരു സഭകളെയും അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി സംസാരിക്കും. ഹാഷ്മി.
പാർലമെന്റ് ബജറ്റ് സമ്മേളനം തുടങ്ങാൻ പോകുന്നു. അല്പസമയത്തിനും ഇരുസഭകളെയും അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു നയപ്രഖ്യാപന പ്രസംഗം അത് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭാ ഹാളിലാണ് ആചാരപരമായി രാഷ്ട്രപതി ദ്രൗപദി മുർമു അങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് രാജ്യത്തിൻ്റെ ഈ സാമ്പത്തിക അല്ലെങ്കിൽ ധനസ്ഥിതി വ്യക്തമാക്കുന്ന ഈ സാമ്പത്തിക സർവേ, എക്കണോമിക് സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയുടെ മേശപ്പുറത്ത് വെക്കുക. സമ്പൂർണ്ണ ബജറ്റ് നാളെയാണ്. സമ്പൂർണ്ണ ബജറ്റ് നേരത്തെ വിനിത പറഞ്ഞതുപോലെ ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുന്നത് ഫെബ്രുവരി 13-നാണ്. വഖഫ് ഭേദഗതി, ഒരു രാജ്യം ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ 62 ബില്ലുകൾ ഇക്കുറി ഇരുസഭകളുമായി പരിഗണനയിലുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയം ഇരുസഭകളും ചർച്ച ചെയ്ത് പാസ്സാക്കാൻ പോകുന്നു. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്നലെയാണ് ഡൽഹിയിൽ ചേർന്നിരുന്നത്. ഈ പറയുന്ന ഈ JPCയിൽ പ്രതിപക്ഷത്തിൻ്റെ അസ്വസ്ഥതകൾ, അതൃപ്തികൾ അവർ അവിടെ പറയുകയും ചെയ്തിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ഈ സമ്മേളന കാലയളവിൽ സജീവ രാഷ്ട്രീയ ചർച്ചയും സഭയ്ക്കുള്ളിൽ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ ആലോചന. അതോടൊപ്പം തന്നെ ഈ പ്രയാഗ്രാജിൽ കുംഭമേളയ്ക്കിടയിൽ ഉണ്ടായ ദുരന്തം, അതിൽ ആളുകൾ മരിച്ചുപോയ വിഷയമൊക്കെ സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ആലോചിക്കുന്നുണ്ട്. പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭാ ഹാൾ പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ലോക്സഭാ ഹാളിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അങ്ങോട്ടേക്ക് എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ നയപ്രഖ്യാപന പ്രസംഗം തുടങ്ങാൻ പോകുന്നു. ഈ ബജറ്റ് സമ്മേളനം അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ബജറ്റ് സെഷൻ എന്നതിലുപരി ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നത് കാരണം, വരുന്ന ബില്ലുകൾ ഏതൊക്കെയാണ് എന്ന ആകാംക്ഷ കാരണം അത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ബില്ലുകളാണ് എന്നുള്ളത് കൊണ്ടൊക്കെ ഈ ബജറ്റ് സമ്മേളനം പ്രത്യേകതയുള്ള ബജറ്റ് സമ്മേളനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഇന്ന് ഉപരാഷ്ട്രപതി അടക്കമുള്ളവർ ചേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സ്വീകരിച്ച് ആനയിച്ച് അങ്ങോട്ടേക്ക് പുതിയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് അങ്ങോട്ടേക്ക് എത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിനിത വിജി തുടരുന്നുണ്ട്. വിനിത, ഈ ബജറ്റ് സമ്മേളനം, ഈ വഖഫ് ബില്ല്, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ബില്ലുകൾ വരുന്നതുകൊണ്ട് കൂടി പ്രസക്തമാവുന്നില്ലേ?